ബ്ലസ് മെഗാ ബൈബിൾ ക്വേസ് 2026 എപ്പിസോഡ് 101ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു. 2 ദിനവൃത്താന്തം 34, 36, എസ്ര 1-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായം. ഇതാണ് ബൈബിൾ പോർഷൻസ് കേട്ടോ. ഓൾറെഡി എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ദേവാലയം, ബൈബിളിലെ ഒരു അളവ് ഉപകരണം, ബൈബിളിൽ കാണുന്ന ഒരു സസ്യം എന്നിവ ഉൾപ്പെട്ട് ഒരു പദം ഏത്? ഇത് ഒരു വ്യക്തിക്കുള്ള പദവിയാണ്. വ്യക്തി ആര്? പദവി എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ദേവാലയം, ബൈബിളിലെ ഒരു അളവ് ഉപകരണം, ബൈബിളിൽ കാണുന്ന ഒരു സസ്യം എന്നിവ ഉൾപ്പെട്ട ഒരു പദം ഏത്? ഇത് ഒരു വ്യക്തിക്കുള്ള പദവിയാണ്. വ്യക്തി ആര്? പദവി എന്ത്? ഒരു ക്ലൂ പറയാം. ഈ പദത്തിനകത്തുള്ള അക്ഷരങ്ങൾ പരസ്പരം യോജിപ്പിക്കുമ്പോൾ 3 വാക്കുകൾ കിട്ടും. അതാണ് ദേവാലയം, അളവ് ഉപകരണം, സസ്യം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാഴ്സി രാജാവായ കോരശിന്റെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേര്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പാഴ്സി രാജാവായ കോരശിന്റെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേര്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിന്റെ ആലയത്തിലെ ഒരു പ്രമാണിയുടെ പേരും ഒരു ലേവ്യ പ്രഭുവിന്റെ പേരും ഒന്നാണ്. എന്ത്? ദൈവത്തിന്റെ ആലയത്തിലെ ഒരു പ്രമാണിയുടെ പേരും ഒരു ലേവ്യ പ്രഭുവിന്റെ പേരും ഒന്നാണ്. എന്ത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, യേശു മറിയയോടും ഭൂതക്രിസ്തൻ യേശുവിനോടും ചോദിച്ച ഒരു ചോദ്യം പഴയ നിയമ പാഠഭാഗത്ത് ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ അടുക്കൽ ദൂതവാഹികളെ അയച്ച് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. യേശു മറിയയോടും ഭൂതഗ്രസ്തൻ യേശുവിനോടും ചോദിച്ച ഒരു ചോദ്യം പഴയ നിയമ പാഠഭാഗത്ത് ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ അടുക്കൽ ദൂതവാഹികളെ അയച്ച് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എന്ത്? ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, ന്യായപ്രമാണം പഠിച്ച അധ്യാപകർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ന്യായപ്രമാണം പഠിച്ച അധ്യാപകർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിന്റെ ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. നാളെ ആൻസേഴ്സുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.